കോൺസെൻട്രേറ്റർ നിസ്സാരമെന്ന് നമ്മൾ കാണും, പക്ഷേ നിസ്സാരമല്ല ആൾ. അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമുക്ക് എട്ടിൻ്റെ പണി തന്നെ തരും. അപ്പം നമ്മൾ ഈ ഓക്സിജൻ വെക്കുന്ന സമയത്ത് ഈ മിഷൻ വെക്കുന്ന സമയത്ത് ഇതിനകത്തിൽ ഈ പകുതി ഇത്രയോളം വെള്ളവും വേണം. നമ്മൾ ശരിക്കും അടച്ചും വെക്കണം. ശരിക്കും അടച്ച് നമ്മൾ അടപ്പ് ശരിക്കും മുറുക്കിയിട്ടില്ലെന്ന് വരി ഓക്സിജൻ സപ്ലൈ ചെയ്യത്തില്ല. നമ്മൾ ഇവത്തിൽ 8 വെച്ചെന്ന് പറഞ്ഞാലും 10 വെച്ചെന്ന് പറഞ്ഞാലും ഓക്സിജൻ സപ്ലൈ ഇങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് എല്ലാവരും നല്ലതായിട്ട് ഇതിൻ്റെ അടപ്പടച്ചിട്ട് ഇത്രയും വെള്ളം എടുത്ത് നല്ലതായിട്ട് അടപ്പടച്ചിട്ട് ഓക്സിജൻ്റെ പൈപ്പ് വെച്ചിട്ട് നമ്മൾ പേഷ്യൻറ്റിന് ഓക്സിജൻ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സപ്ലൈ വരും. ഇത് അടച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പേഷ്യൻറ്റിന് ഓക്സിജൻ നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ ഞാൻ ഫുള്ള് വീഡിയോ ഇട്ടിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും ഒന്ന് കാണണേ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമ്പിയാണ്. കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മളിൽ പലരും വിചാരിക്കും നമുക്കെല്ലാം അറിയാം. ഞാനൊക്കെ ആണെങ്കിൽ എനിക്കെല്ലാം അറിയാമെന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് നമുക്കൊരു ചുക്കും അറിയത്തില്ല എന്നുള്ള കാര്യം. ഇത് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് കാണുന്ന ചിലർ പറയും അല്ലെങ്കിൽ നിനക്കൊന്നും അറിയത്തില്ലെന്ന് പറയും. അപ്പോഴേ ഞാൻ ബേസിക്കലി സ്റ്റാഫ് നേഴ്സാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ ഈ പ്രൊഫഷൻ ഞാൻ വിട്ടു നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഈ അടുത്തിടയ്ക്ക് ഈ കഴിഞ്ഞ മാസമാണ് ഞാൻ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നത്. ഒരുപാട് വർഷങ്ങൾ ഞാൻ ജോലി ചെയ്തതാണ്. അതിനുശേഷം ഒരു 4-5 വർഷത്തോളം ഞാൻ ഇവിടെ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. അപ്പം അറിയാം, എന്നാലും ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മളൊക്കെ അത് പെട്ടെന്ന് മറന്നു പോകും. അപ്പം ഞാൻ ഇപ്പം ചെയ്യുന്ന ഒരു ട്രക്കോസ്റ്റമി പേഷ്യൻ്റെ ബൈപ്പപ്പ് വിത്ത് ട്രക്കോസ്റ്റമി പേഷ്യൻറ്റിൻ്റെ കെയറാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാ പേഷ്യൻറ്റിന് 24 മണിക്കൂർ നമ്മൾക്ക് ഓക്സിജൻ വെക്കണേ. ഓക്സിജൻ സിലിണ്ടറും ഉണ്ട്, മറ്റേതും ഉണ്ട്. അപ്പോഴേ സിലിണ്ടർ നമ്മൾ ഇൻ കേസ് എമർജൻസി ചിലപ്പോൾ ലൈറ്റൊക്കെ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ആകുവാണെങ്കിലാണ് നമ്മൾ പിന്നെ സിലിണ്ടർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അത് ഉപയോഗിക്കത്തില്ല. ഇന്നലെ എന്തോ എടുത്തോ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഇത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഒന്ന് നിർത്തി വെക്കട്ടെ. നിർത്തിയാലേ ഒരു ഭയങ്കര ശബ്ദം കേൾക്കും. ഇത് 24 മണിക്കൂറും എൻ്റെ പേഷ്യൻ്റ് ഇത് ചലിപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ പേഷ്യൻ്റ് എടുക്കുന്ന ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 84, 85, 84, 85 ആ ഒരു ലെവലിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഓക്സിജൻ അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് ഓക്സിജൻ കൊടുത്താലാണ് 96, 98, 97 ഒക്കെ പേഷ്യൻറ്റിന് വരുന്നത്. ഇന്നലെ ഒരു ഉച്ചയായപ്പം തൊട്ട് ഈ സാധനത്തിനകത്തിൽ നിന്ന് ഓക്സിജൻ ഞങ്ങളിങ്ങനെ വെച്ചിട്ട് പേഷ്യൻ്റെ ബോഡിയിൽ ഓക്സിജന് 82, 85, 82 അങ്ങനെ ഒരു റേഞ്ചിലാണ് വരുന്നത്. 80 താഴോട്ട് വരുന്നില്ല, 80 മുകളിലോട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ആ സിലിണ്ടർ വെക്കുമ്പോൾ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ ചെറുക്കനോട് പറയടാ അത് ഓഫ് ചെയ്യുക. കാരണം നമുക്ക് എമർജൻസിയിൽ ഇന്നാണ് ഒരെണ്ണം ഫില്ല് ചെയ്ത് കൊണ്ട് വെച്ചത്. മറ്റേത് വലിയത് നമ്മൾ വെച്ചേക്കും. അപ്പം ഇതിന് 24 മണിക്കൂറും കൊടുക്കേണ്ട കാരണം നമ്മൾ പിന്നെ ഇവത്തെ തന്നെയാണ് വെക്കുന്നത്. 1/2 മണിക്കൂർ 1 മണിക്കൂർ ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ചൂടാകും. അതുകൊണ്ട് ഇതൊന്നുകൂടെ ഓഫ് ചെയ്ത് വെക്കണം. പക്ഷെ ഞങ്ങളങ്ങനെ വെക്കാറില്ല. വെക്കണമെന്ന് അവർ പറഞ്ഞു. കാരണം നമ്മൾ കുറച്ച് നേരത്തേക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നലെ ഇതിനകത്ത് നിന്ന് ഓക്സിജൻ വരുന്നില്ല. എത്ര നോക്കിയിട്ടോട്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല തന്നെ. എനിക്കാകെപ്പാടെ ടെൻഷനായി. ഒരുപാട് സമയം ഞാൻ നോക്കി. അപ്പോഴാണെങ്കിൽ ഇവിടുത്തെ നിൽക്കുന്ന എൻ്റെ കൂടെ അറ്റൻഡറുണ്ട്. അപ്പോൾ അവൻ എന്നെ പറഞ്ഞ സിസ്റ്ററെ ഇപ്പോഴേ ഇവിടുത്തെ മാഡത്തിൻ്റെ അടുത്ത് പറയണ്ട, നമ്മൾക്ക് അതും ഒന്ന് വെച്ച് നോക്കാം. പക്ഷേ സിലിണ്ടറെ വെച്ച് കഴിയുമ്പോൾ പേഷ്യൻറ്റിന് 96, 98, 94 അങ്ങനൊരു റീഡിങ് വരുന്നുണ്ട്. വെച്ച് നോക്കുമ്പോൾ 82, 84, 82 അങ്ങനത്തെ ഒരു റീഡിങ്ങാണ് വരുന്നത്. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ഇതായി. ഇതെന്ത് ചെയ്യും? രാത്രി മുഴുവൻ നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് ചിലപ്പം ചലിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം 24 മണിക്കൂർ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് അവൻ പറഞ്ഞ് പിന്നെ പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ എന്തായാലും രാത്രിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാലോ പേഷ്യൻറ്റിന്. കാരണം ഇത് 24 hours ഓക്സിജനിലാണ്.
അപ്പം ഞാനപ്പം പിന്നെ ഞാൻ അവരോട് എന്ന് പറഞ്ഞു ഇതുപോലെ ദീദിനൊരു പെണ്ണാണ്, 10-30 വയസ്സേ ഉള്ളൂ പേഷ്യൻറ്റിൻ്റെ മോക്ക്. ഞാൻ അവളോട് എന്ന് പറഞ്ഞു, മോളെ ഇതിനകത്തില്ല ഓക്സിജൻ ശരിക്കും കൊണ്ട് സപ്ലൈ ആകുന്നില്ല, സിലിണ്ടർ വെക്കുമ്പോൾ ആകുന്നുണ്ട്, അതിന് 94, 96 ഒക്കെ കിട്ടുന്നുണ്ട്, ഇതിൽ വരുന്നില്ല. അവർക്കും ഇതേപ്പറ്റി അറിയത്തില്ല. അപ്പോൾ അവരുടനെ ഇത് കൊണ്ടുവന്നവരെ വിളിച്ചു. അപ്പം പറഞ്ഞ് ഇതിനകത്തിൽ കൂടെ നല്ലതായിട്ട് സപ്ലൈ കിട്ടുന്നില്ല, നിങ്ങൾ വേറെ കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മുടെ കയ്യിൽ സിലിണ്ടർ ആയിരിക്കുന്നത്, സിലിണ്ടർ വെക്കുന്നതിൻ്റെ അനുസരിച്ച് യൂസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് തീർന്നു പോകും. ഇതാണ് അങ്ങനെ തീരത്തില്ലല്ലോ. ഇത് പിന്നെ 24 മണിക്കൂർ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് 24 മണിക്കൂർ ഇത് നമുക്ക് ഉപയോഗിക്കാം. എനിക്കും അറിയത്തില്ല, തന്നവരാണെന്ന് വരിയിൽ തന്നവരെ വിളിച്ചു. അപ്പം ദീദിയോട് സംസാരിച്ചിട്ട് എന്നോട് സംസാരിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, പിന്നെ സിസ്റ്റർ അതിനകത്തുനിന്ന് ഒട്ടും വരുന്നില്ല. ഞാൻ പറഞ്ഞു ഒട്ടും വരുന്നില്ല. ഒടുവിൽ ഞങ്ങൾ ഇത് ഇളക്കി വെളിയിൽ കൊണ്ടുവന്ന് വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ കാതി വെച്ച് നോക്കി. ഇത് നമ്മൾ ആ ട്യൂബ് എടുത്ത് വേറെ അതിനകത്ത് വെച്ചല്ല. അപ്പോൾ ഇവിടെ ഓണാക്കി ഇവിടെ നമ്മൾ 6 ഇവിടെ നമ്മൾ 8 വെച്ചേക്കുക. 8 വെച്ചിട്ട് നമ്മൾ കാതിനകത്തിലോട്ട് വെച്ച് നോക്കി. പേഷ്യൻറ്റിനെ വെച്ചിട്ടും വരുന്നില്ല. പേഷ്യൻ്റ് സ്വന്തമായിട്ടുള്ള ഓക്സിജനാണ് എടുത്തുകൊണ്ടിരുന്നത്. കാതേ വെച്ച് നോക്കിയിട്ട് ഇവിടെ നിന്നോട്ട് ശബ്ദം വരുന്നില്ല. ഒരു ശബ്ദം വരുമല്ലോ, ഇതെല്ലാം ഇത് ഓണാക്കി ഇത് ഫുള്ള് വെച്ച് കഴിയുമ്പോൾ ഒരു സൗണ്ട് വരുമല്ലോ, ആ സൗണ്ട് ഇല്ല. അപ്പം ഞാൻ പിന്നെ അവർ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നിടത്തേക്ക് വിളിച്ചുടനെ അവർ പറഞ്ഞു ഇതുപോലെ ഇതിൻ്റെ ഈ ജാറിനകത്ത് വെള്ളമുണ്ടോ, അതുപോലെ തന്നെ ഇതിൻ്റെ അടപ്പ് ശരിക്കും അടഞ്ഞിരിക്കുവാണോ എന്ന് ചോദിച്ചു. ആക്ച്വലി ഇത് അടപ്പ് ശരിക്കും അടഞ്ഞിരിക്കുമായിരുന്നു. വെള്ളം ഇന്നലെ ഇവിടെ ഇത്രയും വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ ചെറുക്കനോട് പറഞ്ഞിടാം വെള്ളം ഇച്ചിരി എടുക്കാം. അവൻ പറഞ്ഞു സിസ്റ്റർ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനൊരു കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം എടുത്തു, ഇത്രയും ഒഴിച്ചുള്ളൂ. ഇത്രയും ആക്ച്വലി ഈ പേഷ്യൻറ്റിന് ഓക്സിജൻ ചലിക്കണമെന്നുണ്ട്. ഇത് നമ്മൾ എയർ ബബിൾസ് വരുന്നുണ്ടോ, ഓക്സിജൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ടാണ് വെള്ളം. പക്ഷേ ഇതിനകത്തിൽ അടപ്പെന്നാൽ ശരിക്കും അടഞ്ഞിരിക്കുമല്ലായിരുന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ ശരിക്കും അടച്ചതാണ്, എന്നിട്ടെന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കപ്പം ഓക്സിജൻ ഇതുപോലത്തെ മിഷനിൽ ഓക്സിജൻ വെക്കുന്ന ഉടനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇത്രയും വരെ വെള്ളം വെക്കണം. ഇത്രയും വരെ നമ്മൾ ഒരു പകുതിയുടെ ഇത്രയും വരെ വെള്ളം വെക്കണം. കൂടുതൽ വെള്ളം വെച്ചാൽ ആ വെള്ളം നമ്മുടെ ഓക്സിജനിൽ കൂടെ പേഷ്യൻ്റെ ലെൻസിനകത്തേക്ക് വെള്ളം പോകും. അത് കാരണം ഇത്രയും വെള്ളം വെക്കണം. എന്നിട്ട് നമ്മൾ ഈ അടപ്പ് ശരിക്കും അടയ്ക്കുകയും ചെയ്യണം. ഇത് ശരിക്കും അടച്ചില്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ ആകത്തില്ല. അപ്പം തന്നെ അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഞങ്ങളത് ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടെ നോക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്നു. ആ വെള്ളം ഇത്രയേ ഉള്ളൂ, നീ ഇത്രയും വെള്ളം നിറച്ച് ഞാൻ പിന്നെ അടപ്പ് ശരിക്കും അടച്ചു വെച്ചിട്ട് ഞങ്ങൾ 6 വെച്ച് നോക്കണം. ചൂന്ന് പറഞ്ഞ് ചെവിക്കകത്തേ കൊങ്ങു വരുന്നു. സത്യം പറഞ്ഞാൽ കുറേ നേരം വിഷമിച്ച്. കാരണം നമ്മൾ വിചാരിക്കും നമുക്കെല്ലാം അറിയാമെന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ നമുക്കൊന്നും അറിയത്തില്ലെന്നുള്ളത് ആ ഫീൽഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് വെള്ളം വേണം, ഇതിൻ്റെ അടപ്പടയ്ക്കണമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയോട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നലെ എനിക്ക് ഒരുപാട് ടെൻഷനായിപ്പോയി. അപ്പം എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഇങ്ങനത്തെ സാധനം, ഇപ്പം വീട്ടിൽ പേഷ്യൻസൊക്കെയാണ്, അവർക്ക് ഇതായിരിക്കും കോൺസെൻട്രേറ്റർ ഇതായിരിക്കും വെക്കുന്നത്. അപ്പോഴേ എല്ലാവരും അതിനകത്ത് എന്നും വെള്ളം നിറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിറച്ചല്ല, ഇത്രയും വരെ ഒരു പകുതിയോളം വെള്ളം നിറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. അടപ്പ് ശരിക്കും അടയ്ക്കുക. അടപ്പ് ശരിക്കും അടച്ചിട്ട് നമ്മളത് ഓണാക്കി നോക്കണം. ഇവിടെ കൂടെ നോക്കണം. ഇത് ഞാനിപ്പോൾ ട്യൂബ് വെച്ചേക്കണം. ഓൾറെഡി ഞാൻ പേഷ്യൻ്റ് ഓക്സിജൻ കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ വഴി നമ്മൾ ഓൺ ചെയ്ത് നമ്മുടെ ചെവി വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് നോക്കിയാൽ മതി. അപ്പം ഇതിനകത്തിൽ കൂടെ സൗണ്ട് വരുമ്പോൾ ഓക്സിജൻ ഉണ്ടെന്ന്. അഥവാ ഈ മിഷൻ കേടാണെങ്കിൽ അലാറം അടിക്കുക. അപ്പോൾ അവർ ചോദിച്ചാൽ അലാറം അടിച്ചോ? ഞാൻ പറഞ്ഞു സിസ്റ്റർ അലാറം ഒന്നും അടിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമുക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. എൻ്റെ കൂട്ടുകാരുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. ഇപ്പം പേഷ്യൻ്റെല്ലാം നമ്മളെല്ലാം വീടുകളിലൊക്കെ ഇങ്ങനത്തെ സാധനമാണ് വെക്കുന്നത്. കാരണം അതാവുമ്പം 24 മണിക്കൂർ ഓക്സിജൻ കൊടുക്കേണ്ട പേഷ്യൻറ്റിന് ഒരുപാട് ചിലവാകും ആ ഓക്സിജൻ. അപ്പം ഇതാണ് എല്ലാവരും വെക്കുന്നത്. റെൻറ്റഡിനടുത്താണ് എല്ലാവരും വെക്കുന്നത് ഇത്. അപ്പം എനിക്കിങ്ങനെ അബദ്ധം പറ്റിയതുകൊണ്ടാണ് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.